ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയാണ് നിങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കില്ല? ഞാൻ ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. വലിയ പ്രത്യേകിച്ചൊന്നുമില്ല, എങ്കിലും അങ്ങ് എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ സംഭവം എൻ്റെ അനിയത്തിയുടെ സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം, അപ്പോൾ അവൾക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് പോവാം, നമുക്കൊരു വീഡിയോ ആവുമല്ലോ. അങ്ങനെ എടുക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് വെച്ചാൽ ഞാൻ അത് പതിയെ വീഡിയോയിലേക്ക് ഇടുന്നതാണ്. അപ്പം ഇനിയിപ്പം എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഇനി അനിയത്തിയുടെ വീട്ടിൽ പോയിട്ട് അനിയത്തിയെ വിളിച്ചുകൊണ്ട് പോകണം. എവിടെ ഡ്രസ്സ് എടുക്കാൻ പോകണമെന്നൊന്നും ഒരു പിടുത്തമില്ല. ഒന്നെങ്കിൽ ഇവിടുത്തെ രാമേന്ദ്ര ആയിരിക്കും, നമ്മുടെ തിരുമല രാമേന്ദ്ര, ഇല്ലെങ്കിൽ ഈ സ്പോട്ടുള്ള ഏതെങ്കിലും രാമേന്ദ്രയിലായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണുന്നതാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഭയങ്കര വലിയ ഷോപ്പിങ്ങാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് പോവേണ്ടത് കമ്മൽ മേടിക്കാം. ഡ്രസ്സ് എടുത്ത് നമ്മൾ കമ്മൽ ഇടണമല്ലോ. അപ്പോൾ നമുക്കിനി കമ്മൽ മേടിക്കാൻ പോകണം. കമ്മൽ മേടിച്ചിട്ട് വേറെ ഒന്നുമില്ല, കാരണം പൈസയൊക്കെ തീർന്നു. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് 10 രൂപയ്ക്ക് വല്ലതും കുടിക്കാൻ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് കുടിക്കണം ഗായ്സ്. വെയിലായിപ്പോൾ, ഇല്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോവായിരുന്നു. ഭയങ്കര വെയിൽ. ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ടാണെന്ന് തോന്നുന്നു ഇത്ര വെയിൽ. സൂര്യന് ഞങ്ങളുമായിട്ട് അത്ര നല്ല റിലേഷൻഷിപ്പിലല്ല. കണ്ടാ വെയിൽ. ഗായ്സ്, ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് നമ്മൾ അട്ടക്കുളം കൂടെയല്ല, ഈ സ്പോട്ടത്തെ രാമേന്ദ്രയുടെ തെരുവിലൂടെ വെയിലും കൊണ്ടുകൊണ്ട് നടക്കുകയാണ്. ഉച്ചഭ്രാന്താണ്. കണ്ടില്ലേ, നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. അവിടെ നിന്ന് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ വീഡിയോ എടുക്കുന്നത് ഗായ്സ്. ഇവിടെ എല്ലാവരും വെയിലത്ത് തേരാപ്പാറ നടക്കാണ്. നമുക്കിവിടെ നിൽക്കാം. നോക്കൂ ഗായ്സ്, പത്മനാഭസ്വാമി ക്ഷേത്രം. ഇവിടെ കുറേ മീനുകളുണ്ടായിരുന്നല്ലോ, മീൻ അവിടെ പോയി ഗായ്സ്. ഇവിടുത്തെ മീനുകളെല്ലാം ഇങ്ങോട്ട് പോയി. ഇത് കണ്ടില്ലേ അമ്പലം. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിൽക്കുകയാണ് ഗായ്സ്. ഭയങ്കര തിരക്ക്, ഭയങ്കര വെയിലും. അല്ല, തിരക്കില്ല, വെയിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ ഇതുവരെ വന്നേയല്ലേ, വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് പത്മനാഭനെ കണ്ടിട്ട് നമ്മുടെ പരാതികളെല്ലാം പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു ഗായ്സ്. എന്ത് വെയിൽ. പത്മനാഭൻ നിൽക്കണം നോക്കൂ. അല്ല, നിൽക്കണം അവിടെ ഇല്ല. പത്മനാഭൻ്റെ ക്ഷേത്രം മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോഴാണ് അനിയത്തി പറയണത് അതിങ്ങോട്ട് തിരിക്കുക ഗൈസ്. അപ്പോഴാണ് അനിയത്തി പറയണത്, അനിയത്തി അറിവായ ശേഷം അവൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ല. അപ്പം നമുക്ക് കൊച്ചിൻ്റെ സങ്കടം മാറ്റി കൊടുക്കുക. ഇന്ന് മാറ്റി കൊടുക്കാൻ പറ്റില്ല, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അതിന് അവളുടെ സങ്കടം മാറ്റി കൊടുക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ വന്ന് അവളുടെ പരാതി തീർത്ത് കൊടുക്കാം ഗൈസ്. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണ വരെ എൻ്റെ മുഖത്ത് ഇച്ചിരി വെട്ടം ഉണ്ടായിരുന്നു. വീട്ടിൽ കയറുമ്പോൾ ഒന്ന് കരിവാളിച്ച് കയറേ ഉള്ളൂ. നമ്മൾ കടയാണോ ഏതെങ്കിലും കടയിൽ നമ്മുടെ കാര്യം നോക്ക്, എനിക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട്. ഇതുപോലത്തെ വെറ്റൽ കമ്മലാണ് പിള്ളേർ പറയുന്നത്, പിന്നെ അതിട്ട്. ഗായ്സ്, ഇതെന്താണ്? കമ്മൽ കടയാണ്. എന്ത് നല്ല കിട്ടില്ല കമ്മലുകൾ. ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. വെളിയിലിറങ്ങിയാൽ ഞാൻ വൻ ചിലവാണ്. 2 കമ്മൽ വാങ്ങിച്ചപ്പോൾ 200 രൂപ പോയി കിട്ടി. അത് ഇവള് കാരണമാണ് ഞാൻ കമ്മൽ കടയിൽ കയറിയത്. ഇവളെന്നെ വിളിച്ചോണ്ടാണ് കമ്മൽ കടയിൽ കയറിയില്ലേ. എനിക്ക് ആ 200 രൂപ എൻ്റെ പോക്കറ്റിൽ ഇരുന്നു. 1000 രൂപയും കൊണ്ട് ഈ സ്പോട്ടിൽ ഷോപ്പിംഗ് നടത്താൻ വന്ന ഞങ്ങൾ ഇപ്പോൾ 10 രൂപയായിട്ടാണ് തിരിച്ചു പോകണം. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ശംഖുമുഖത്താണ്. ഇനി കുറച്ച് വെയിലും കൂടെ നമുക്ക് കൊള്ളണമല്ലോ, അതുകൊണ്ട് ശംഖുമുഖത്ത് പോയിട്ട് ബാക്കി വെയിൽ കൊള്ളാമെന്ന് വെച്ച് അങ്ങോട്ട് പോവാണ് ഗായ്സ്. എന്തൊക്കെയാവുന്നതാണ് ഗായ്സ്. നമ്മളിതാണ്ട് ശംഖുമുഖത്ത് എത്തി ഗായ്സ്. ഇതാണ്ട് ഹെലികോപ്റ്റർ കിടപ്പുണ്ട്. പിന്നെ ഇതാണ്ട് ഇവിടെ ഒരു ചേച്ചിയും കിടപ്പുണ്ട്. എന്തിനാന്തോ ഈ വെയിൽ ഒരു പറയാ ഗായ്സ്. മത്സ്യകന്യകയാണെന്നത്. മത്സ്യകന്യക എന്നെ വെയിലത്ത് കിടക്കണം, പാവം. ഇത്രയും നേരത്തെ വെയിലിന് ശേഷം
ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കി. ഞങ്ങളുടെ കയ്യിൽ കുടയുള്ള കാര്യം ഇത്രയും നേരം വെയിൽ കണ്ടിട്ട് കുട എടുത്തില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ കുട എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞ പ്രാന്ത്. കുട നിൽക്കുന്നില്ല ഗായ്സ്. കുട പറന്നു ശംഖുമുഖത്ത് എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഫുഡ് ഫെസ്റ്റാ അതിൻ്റെ അകത്താ എന്തോ. ഇവിടെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഷെഡുകൾ കെട്ടി വെച്ചേക്കണം. അപ്പം എന്തായാലും പരിപാടി കാണും ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഷെഡല്ല, ഇച്ചിരി വലിയ ഷെഡാണ്. എന്തിനാണെന്തോ കെട്ടിയിരിക്കണം. നമ്മൾ ചിരിപ്പോയി. അത് പരിപാടിയൊക്കെ കഴിഞ്ഞവർ എന്തോ ഫുഡ് ഫെസ്റ്റിവൽ ആണെന്ന് തോന്നുന്നു. അവർ പൂട്ടിയിട്ട് പോണതാണ്. ഞാൻ വിചാരിച്ച് അവിടെ പരിപാടി തുടങ്ങണേണ്. നമ്മൾ വന്ന സ്ഥലത്ത് പക്ഷേ വെയിലില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കാൻ കിട്ടില്ലായിരുന്നു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാലോ? നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇരിക്കുന്നാലോ? അങ്ങോട്ട് പോയ ആൾക്കാരുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാൻ അവരെ ഇറക്കി ഗൈസ്. പോട്ട് അവരിനി മീനൊക്കെ പിടിച്ചിട്ടപ്പം വരുമോ? ഇരുന്ന് കടലും കണ്ടിരിക്കാം. വന്ന് ഗൈസ് കടൽ ഇതുവരെ വന്നു. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഭയങ്കര വെയിൽ ഗൈസ്. ഞാൻ ദാ ഇവിടെ ഒരു ഇതിൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒടുക്കത്തെ വെയിലെന്ന് വെച്ചാൽ ഒടുക്കത്തെ വെയിൽ. ഒരു 6 മണി കഴിഞ്ഞിട്ട് വന്നെങ്കിൽ ഈ വെയിലൊന്നും കൊള്ളണ്ടായിരുന്നു. ഇതിപ്പോൾ വെയിലും കൊണ്ട് ഇവിടെ ഇരിക്കേണ്ട ഗതിയാണ്. അവള് പിന്നെ തറയിലിരിക്കൂല. തറയിലിരുന്നാ കടല് വന്ന് അവളെ പറക്കിയെടുത്തോണ്ട് പോകുന്നു. ഈ വെയില് കോരി ഇങ്ങോട്ടിരി, തണലത്തിരി. മുഖം മൊത്തം വെയിലടിച്ച് ഇതായി. എന്ത് ചെയ്യാനാ? ഓരോ ഉച്ചപ്രാന്ത് അല്ലാണ്ട് എന്ത് പറയാൻ. ഇവിടെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമ്മളിവിടെ നിന്ന് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകുമ്പം ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മനസ്സിലാവുള്ളൂ. കുട എടുത്തു പോയി. നമുക്ക് കുറച്ച് മണൽ കാണും. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ പേരിവിടെ എഴുതാം. ഓ, പേരെഴുതാൻ ഈശ്വരാ, കടൽ ഇനി വന്നാ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അടിച്ച് കയറും. കണ്ടവോളം അങ്ങനെയൊക്കെയാണ്. വെയിലായതുകൊണ്ട് ആരും ഇല്ലാത്ത ശംഖുമുഖം ഞങ്ങൾ മാത്രം. ഗൈസ്, നമ്മൾ വെയിലൊക്കെ കൊണ്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ തണലത്തോട്ട് വന്നപ്പോഴേ ഇവിടെ ഞങ്ങൾ ഒരാളെ കണ്ട്. ആരെയെന്നാ, മറ്റേ വിജയുടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. വിജയുടെ ഒരു ആരാധകൻ, അതിലൊരു ഉണ്ണിക്കണ്ണനാ അങ്ങനെ എന്തോ. ആ ആളെ നമ്മൾ ശംഖുമുഖത്ത് വെച്ച് കണ്ടേ. കാണാൻ പറ്റുമോ എന്നോട് എന്നാലും കാണിച്ചു തരാം. കണ്ടോ ഈ വീഡിയോയുടെ ഞങ്ങൾ ഇരിക്കണേൻ്റെ ബാക്കിൽ ആ നിൽക്കുന്ന ആളാണ് ആ ആള് ഉണ്ണിക്കണ്ണൻ. നമ്മളങ്ങോട്ട് പോയൊന്നുമില്ല. ഇനി അവർ ഫോട്ടോ എടുക്കണടുത്ത് നമ്മൾ പോയി അവർക്കൊരു ശല്യമായാലോ എന്ന് വിചാരിച്ച് പോയില്ല. ഇനി അങ്ങനെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഇതിപ്പം ഇങ്ങനെ വീഡിയോ എടുത്താൽ കാണാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഞാൻ അല്ലാണ്ട് വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വെച്ച് കാണിച്ചിടാം ഗൈസ്. ഈ ആളിനാണ് വിജയെ കാണണമെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ പോയെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയണം. ഈ ആളിനെ ഉദ്ദേശിച്ചത് ഗൈസ്. അങ്ങനെ ദാ വീട്ടിലോട്ട് എത്തി. മണി 6 ആകുമ്പോൾ ശംഖുമുഖത്ത് പോയി കുറേ നേരം ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന്. പിന്നെ തിരിച്ചിറങ്ങിയപ്പോൾ വെള്ളം കുടിക്കാതിരുന്ന മനുഷ്യൻ്റെ ഊപ്പാടളവും. ഇനി വീട്ടിൽ പോയിട്ട് മുഖം ഒന്ന് കഴുകണം, കാരണം അത്രയ്ക്ക് വെയിലടിച്ചു. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ